Hi all, this is Ashika's YouTube channel. Welcome back to the next class of chapter first sets. ഇന്നത്തേത് 10ാമത്തെ ക്ലാസ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സും പിന്നെ അതുമായിട്ട് അതിനകത്തൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് ഇന്ന് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് എക്സാമ്പിൾസും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, ആ ഇക്വേഷൻ ഏതാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക കാണാത്തവര്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ് such that x union y has 50 elements, x has 28 elements and y has 32 elements. How many elements does x intersection y have? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയി വരുന്നത് മൊത്തം. അപ്പോൾ ആ ഇക്വേഷൻ കാണാതെ പഠിക്കണം. അപ്പോൾ ആ ഇക്വേഷൻ ഏതായിരുന്നു? നമ്പർ ഓഫ് x union y equal to number of x plus number of y minus number of x intersection y. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിലെ ക്വസ്റ്റ്യനിൽ നോക്കുമ്പം ഇതിലെ ചില വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ബാക്കിയുള്ള വാല്യൂസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ രണ്ട് സെറ്റുകളാണ് തന്നിട്ടുണ്ട്. അതിലെ എക്സ് യൂണിയൻ വൈയിൽ എത്ര എലമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ എന്തുവാ? ഈക്വൽ ടു 50. എത്ര എണ്ണം ഉണ്ടെന്നല്ലേ, അപ്പം നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. നെക്സ്റ്റ് നമ്പർ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എക്സ് ഹാസ് 28 എലമെൻറ്റ്സ്. അപ്പം നമ്പർ ഓഫ് എക്സ് എന്തുവാണ്? 28. നെക്സ്റ്റ് വൈ ഹാസ് 32 എലമെൻറ്റ്സ്. അപ്പോൾ വൈയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ്? 32. അപ്പോൾ നമ്പർ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 32. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഈ മെയിൻ ഇക്വേഷൻ ആയ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ 50 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് 28 പ്ലസ് നമ്പർ ഓഫ് വൈ 32 മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ നിന്ന് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9, 10, 60 കിട്ടും. ഓക്കെ, 60 കിട്ടും. അപ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു 60 മൈനസ് 50 എന്ന് കിട്ടും, ഈക്വൽ ടു 10. ഇത് അങ്ങോട്ട് മാറ്റി നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈനെ ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ബാക്കി 15 ഇപ്പുറത്ത് കൊണ്ടുവന്നു. സോ നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്തോ കിട്ടും? 10 കിട്ടും. ജസ്റ്റ് ഒന്ന് ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. തുടക്കത്തിലേ വേണമെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എത്ര എലമെൻ്റ് ഉണ്ട്? 10 എലമെൻ്റ് ആണ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലുള്ളൂ. ഇതിൻ്റെ വെൻ ഡയഗ്രം റിപ്രസെൻറ്റേഷനൊക്കെ ഞാൻ കഴിഞ്ഞ ഡെറിവേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിലെ ഇക്വേഷൻ്റെ വാല്യൂസ് ഒക്കെ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. In a school, there are 20 teachers who teach mathematics or physics. Of these, 12 teachers mathematics and 4 teach both physics and mathematics. How many teach physics? എത്ര പേര് ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം ഇൻ എ സ്കൂൾ there are 20 teachers who teach mathematics or physics. ഓർ വന്നിട്ടുണ്ട്. ഓർ വന്നു കഴിഞ്ഞാൽ യൂണിയൻ ഓപ്പറേഷൻ ആയിരിക്കും. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ ആയിരിക്കും, അറിയാമല്ലോ. അപ്പം ഇൻ എ സ്കൂൾ there are 20. അപ്പം നമ്മളിപ്പം മാത്സ് പഠിപ്പിക്കുന്നവരെ എം ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെറ്റ് എം ആയി. മാത്തമാറ്റിക്സിന് സെറ്റ് എം ആയിട്ട് എടുക്കുക. ഫിസിക്സിന്
പി ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് എം യൂണിയൻ പി, എം യൂണിയൻ പി എന്തുവാണ് തന്നിരിക്കുന്നത്? 20 അല്ലേ? ഓർ തന്നിരുന്ന മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്. ഓക്കെ, നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ എന്താ, രണ്ടിലെ എലമെൻറ്റ്സ് എഴുതും. കോമൺ എലമെൻറ്റ്സിനെ വേണമെങ്കിൽ ചിലപ്പോൾ ഒറ്റ തവണ എഴുതത്തുള്ളൂ. സോ പിന്നെ നമ്മൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ്. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയ റെപ്രസെൻറ്റേഷനിൽ ഓർ അയച്ചല്ലേ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയത്. അപ്പോൾ ഓർ വരുവാണെങ്കിൽ യൂണിയൻ ഓപ്പറേഷൻ, ആൻഡ് വരുവാണെങ്കിൽ intersection operation. So number of M union P equal to 20. അടുത്ത എന്തോ തന്നിട്ടുണ്ട്? ഓഫ് ദീസ് 12 ടീച്ച് മാത്തമാറ്റിക്സ്. അപ്പം നമ്പർ ഓഫ് എം എന്തുവാണ്? 12ഉം നമ്പർ ഓഫ് ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സും മാത്തമാറ്റിക്സും പഠിപ്പിക്കുന്ന കോമൺ ആണ്. സോ ഇൻ്റർസെക്ഷൻ ആൻഡ് വന്നുകൊണ്ട് ഇൻ്റർസെക്ഷൻ. ഇപ്പോൾ കോമൺ അല്ലേ, ഫിസിക്സും മാത്സും രണ്ടും പഠിപ്പിക്കുന്നവർ. സോ എം ഇൻ്റർസെക്ഷൻ പി ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ, ഹൗ മെനി ടീച്ച് ഫിസിക്സ്? ഫിസിക്സ് എത്ര പേര് പഠിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് പി ആണ്. നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ ഈ എമ്മും പിയിൽ ഇൻ ടേംസിൽ എഴുതുകയാണ് ഞാൻ. അപ്പം നമ്പർ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു നമ്പർ ഓഫ് എം പ്ലസ് നമ്പർ ഓഫ് P minus number of M intersection P. ഓക്കെ, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് പി എന്തുവാണ്? നമ്പർ ഓഫ് പി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എം യൂണിയൻ പി മൈനസ് നമ്പർ ഓഫ് എം പ്ലസ് നമ്പർ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി അല്ലേ? കാരണം നമ്പർ ഓഫ് പീനെ അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാ ടേംസിനെയും ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം നമ്പർ ഓഫ് പിയിൽ അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് എം യൂണിയൻ പി എന്തുവാണ്? എം യൂണിയൻ പി 20 ആണ്. 20 മൈനസ് നമ്പർ ഓഫ് എം എന്തുവാണ്? 12 ആണ്. 12 പ്ലസ് നമ്പർ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 20 മൈനസ് 12 8 12 കിട്ടത്തില്ലേ ആൻസർ? ഇതാണ് നമ്പർ ഓഫ് പി ദാറ്റ് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അതാണ് നമ്പർ ഓഫ് പി വിച്ച് ഈസ് ഈക്വൽ ടു 12. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ 2 പ്രോബ്ലംസ് മനസ്സിലായല്ലോ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് 25 like to play cricket and 16 like to play football. Also each students like to play at least one of the 2 games. How many students like to play both cricket and football? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ 35 സ്റ്റുഡൻസ് ഉണ്ട്, 35 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 24 പേർക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടം, 16 പേർക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടം, പിന്നെ കുറച്ച് പേർക്ക് രണ്ടും കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ? അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഇക്വേഷൻ ഓർക്കണം. അപ്പോൾ ഇക്വേഷനിൽ വേണ്ടിയിട്ടുള്ള ടേംസുകളുടെ വാല്യൂസ് ഇത് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഓക്കെ, ക്രിക്കറ്റിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന സെറ്റ് എക്സും ഫുട്ബോളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സെറ്റ് വൈയും ആണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് എക്സ് എത്രയാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് പ്ലേ ചെയ്യാൻ ഇഷ്ടമുള്ള സ്റ്റുഡൻസ് ഏതൊക്കെയാണ്? 24 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് എക്സ് 24. നെക്സ്റ്റ് നമ്പർ ഓഫ് വൈ, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? 16 പേര്. അപ്പം നമ്പർ ഓഫ് വൈ 16. നമ്പർ ഓഫ് വൈ 16. നെക്സ്റ്റ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന സെറ്റ് ഏതാണ്? ഈ സ്റ്റുഡൻസ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി 2 ഗെയിംസ്. ഓക്കെ, അതാണ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 35 സ്റ്റുഡൻസ്.
ഓരോ സ്റ്റുഡൻറ്റും ഏതെങ്കിലും ഒരു ഗെയിമെങ്കിലും കളിക്കാൻ ആഗ്രഹിക്കുന്നു. സോ യൂണിയൻ അല്ലേ വരുന്നത്. അപ്പോൾ എക്സ് അല്ലെങ്കിൽ വൈ, ഇപ്പോൾ എക്സ് അറ്റ്ലീസ്റ്റ് 1 ഗെയിമെങ്കിലും കളിക്കാൻ ഇഷ്ടമുള്ളവരാണ് മൊത്തം സ്റ്റുഡൻസിൽ, 35 സ്റ്റുഡൻസിൽ. അപ്പോൾ യൂണിയൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സിൽ ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ചിലപ്പോൾ എല്ലാവരും ഫുട്ബോളും ക്രിക്കറ്റും എടുക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പം, ആ സെറ്റിൻ്റെ യൂണിയൻ എടുക്കുമ്പം മൊത്തം സ്റ്റുഡൻസും വരുമല്ലോ. മൊത്തം ഓരോ സ്റ്റുഡൻസ് ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുന്നുണ്ട്. സോ അവരുടെ യൂണിയൻ എടുക്കുമ്പം ടോട്ടൽ സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ 35 സ്റ്റുഡൻസ്. സോ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ 35 ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ്. എന്ന് വെച്ചാൽ രണ്ടും കളിക്കുന്ന എത്ര പേരുണ്ട്, രണ്ടും കളിക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡയറക്റ്റ് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റീഅറേഞ്ച് ചെയ്യണം. നമുക്ക് ഇൻ്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. ഓക്കെ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്പർ ഓഫ് എക്സ് എന്തുവാണ്? നമ്പർ ഓഫ് എക്സ് 24 പ്ലസ് നമ്പർ ഓഫ് വൈ 16 മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ എന്തുവാണ്? 35, വിച്ച് ഈസ് ഈക്വൽ ടു 40 മൈനസ് 35, ആൻസർ 5 ആണ്. അപ്പോൾ 5 സ്റ്റുഡൻസ് ആണ്. 5 സ്റ്റുഡൻസ് like to play both cricket and football. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആൻസറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങനെ എഴുതിയും വേണം. 5 സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. നേരത്തെ പ്രോബ്ലംസിൽ നിങ്ങളിത് എടുത്ത് എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന്. ഇവിടെ യൂണിയൻ 35 എടുക്കാൻ കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈച്ച് സ്റ്റുഡൻസ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഗെയിം. ഓരോ സ്റ്റുഡൻറ്റ് 35 സ്റ്റുഡൻസിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ചിലവർ രണ്ടും കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ചിലവർ ഒരു ഗെയിം മാത്രം കളിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ചിലവരാണ് ഈ 5 പേര്. രണ്ടും കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് 5 പേര്. ഓക്കെ, അടുത്ത പ്രോബ്ലം, 4th question. In a survey of 400 students in a school, 100 listed as taking apple juice, 150 as taking orange juice, and 75 were listed taking both apple as well as orange juice. Find how many students were taking neither apple juice nor orange juice. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മൊത്തത്തിൽ 400 സ്റ്റുഡൻസിൻ്റെ ഒരു സർവേ എടുക്കുവാണ്. സ്കൂളിലുള്ള 400 സ്റ്റുഡൻസ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 400 സ്റ്റുഡൻസ്. അപ്പോൾ അതിൽ 100 ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. അതിനകത്ത് 100 പേരെന്തുവാണ് ആപ്പിൾ ജ്യൂസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 150 ഓറഞ്ച് ജ്യൂസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 75 ലിസ്റ്റഡ് ടേക്കിംഗ് ബോത്ത് ആപ്പിൾ, രണ്ടും എടുക്കുന്നവർ, ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും എടുക്കുന്നത് 75 സ്റ്റുഡൻസും. അപ്പോൾ 100 സ്റ്റുഡൻസ് ആപ്പിൾ ജ്യൂസും 150 സ്റ്റുഡൻസ് ഓറഞ്ച് ജ്യൂസും രണ്ടും എടുക്കുന്നത് 75 സ്റ്റുഡൻസും ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എത്ര സ്റ്റുഡൻസ് ആണ് രണ്ടും എടുക്കാത്തത്. ആപ്പിൾ ജ്യൂസും എടുക്കാത്തതും ഓറഞ്ച് ജ്യൂസ് എടുക്കാത്ത എത്ര പേരാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമ്മുടെ നേരത്തെ ഇക്വേഷൻ വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പാടായിരിക്കും, കാരണം എടുക്കാത്തവരെയാണ് കണ്ടുപിടിക്കുന്നത്. എടുക്കുന്നവർ കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ ബോത്ത് ആപ്പിൾ ജ്യൂസ്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ബോത്ത് തന്നിട്ടുണ്ട്, ചിലപ്പോൾ അത് ബോത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നതാണെങ്കിൽ നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഈ കേസിൽ നമുക്ക് നേരത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആദ്യമേ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം എടുത്തെഴുതാം. ഇവിടെ ഞാൻ ആപ്പിൾ ജ്യൂസ് എടുക്കുന്ന കുട്ടികൾക്ക് എക്സ് എന്ന് കൊടുക്കുക, പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന കുട്ടികൾക്ക് വൈ എന്ന് കൊടുക്കുക. ഓക്കെ, അതിൽ ഈ നമ്പർ ഓഫ് യു, ടോട്ടൽ സ്റ്റുഡൻസ്, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ടോട്ടൽ സ്റ്റുഡൻസ് അല്ലേ യൂണിവേഴ്സൽ സ്റ്റുഡൻസ്. അപ്പോൾ 400. നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്തുവാ? യു എന്ന് പറയുന്നത് 400 ആണ്. ഓക്കെ, അതിൽ 100 എണ്ണം ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്. അപ്പം നമ്പർ ഓഫ്
എക്സ് എത്രയാണ് 100, നമ്പർ ഓഫ് വൈ എത്രയാണ്, ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നവർ എത്രയാണ് 150 ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ പറയണം ലെറ്റ് എക്സ് ബി ദ set of students who are listed as taking as number of students taking apple juice and y എന്ന് പറയുന്ന number of students taking orange juice and u universal set ആണ് 400 ആണ്. n of x എന്തുവാണ് 100ഉം n of y 150 ആണ്. പിന്നെ അതിൽ number of x intersection y ആണ് 75 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, 75 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഇക്വേഷൻ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡിമോർഗൻസ് ലോ എന്തുവാണ്, ഇപ്പം നെയ്തർ ആയില്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നെയ്തർ ആകുമ്പം നമുക്ക് കഴിച്ചവർ നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയും കഴിക്കാത്തവരെന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത്. സോ നമ്പർ ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് അല്ല, ഇവിടെ എക്സ് ആണ്. എക്സ് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ വൈ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഡിമോർഗൻസ് ലോ അനുസരിച്ച് ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണല്ലോ. അപ്പം നമുക്ക് എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഡിമോർഗൻസ് ലോ ആണിത്. ഡിമോർഗൻസ് ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് പഠിപ്പിച്ചതാണ്. കാണാത്തവരത് പോയി കാണണം. ഇതാണ് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ അനുസരിച്ച് നമ്പർ ഓഫ് എക്സ് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ വൈ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കോംപ്ലിമെൻറ്റിൻ്റെ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇപ്പം നമ്മുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണെന്ന് നമ്മൾ വേറൊരു ഫോമിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചു വന്നു. അതെന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ എന്നൊരു നമ്മൾ പഠിച്ചില്ലായിരുന്നു. ഒരു കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ യു മൈനസ് എ മീൻസ് ഡിഫറൻറ്റ് സെറ്റ് കണ്ടുപിടിക്കും. യൂണിവേഴ്സൽ സെറ്റിൽ എയിലെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് ബാക്കി എഴുതുന്നതായിരിക്കും എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തുകൂടെ വേണമെങ്കിൽ? ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് എഴുതിക്കൂടെ? എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് ഇവിടെ എയുടെ സ്ഥാനത്ത് ഏതാണ്? എക്സ് യൂണിയൻ വൈ ആണേ. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ആ എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എക്സ് യൂണിയൻ വൈ ആണ് അല്ലേ? അതിൽ നമ്മൾ ഇപ്പം യു നമുക്കുണ്ട്, ഇതിനില്ല. അപ്പം നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ എന്തുവാണ് നമ്മുടെ നേരത്തെ ഇക്വേഷൻ. ബ്രാക്കറ്റിൽ നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനിയാണ് ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. കാരണം ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസും രണ്ടും കുടിക്കാത്തവരെ കണ്ടുപിടിക്കാനാണ്. കുടിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ മാത്രം മതി. രണ്ടും കുടിക്കാത്തവരെ കണ്ടുപിടിക്കാൻ നമ്മൾ കോംപ്ലിമെൻ്റ് എടുക്കണം. ഡിമോർഗൻസ് ലോ അനുസരിച്ച് ഇതിങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് ഡിമോർഗൻസ് ലോ അനുസരിച്ച് നമ്പർ ഓഫ് എക്സ് യൂണിയൻ ബൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ യു മൈനസ് എ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സോ എക്സ് യൂണിയൻ ബൈ ദ ഹോൾ കോംപ്ലിമെൻറ്റിനെ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. അതിൽ എക്സ് യൂണിയൻ വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം, എൻ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഉണ്ട്, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എൻ ഓഫ് നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എത്ര? 400. 400 മൈനസ് ഓഫ് എൻ ഓഫ് എക്സ് എത്രയാണ്? 100 പ്ലസ് 150 മൈനസ് 75. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 250. ഇത് തന്നെ 250 ആവും, പിന്നെ 75 ആവും. അപ്പോൾ 5 8 7 175
അപ്പോൾ 400 അതിൽ നിന്ന് 175 പോകുമ്പോൾ 5 225. So the answer is 225. രണ്ടും കഴിക്കാത്തവർ. 225 is the number of students were taking neither apple juice nor orange juice. Okay. മനസ്സിലായല്ലോ? ആദ്യമേ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ജ്യൂസ് കഴിക്കാത്ത കുട്ടികളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഡിമോർഗൻസ് ലോ എടുത്തു. ഡിമോർഗൻസ് ലോ എടുത്തതെന്ന് വെച്ചാൽ നെയ്തർ ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ, കഴിക്കാത്തവരായതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്പർ ഓഫ് എക്സ് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ വൈ കോംപ്ലിമെൻറ്റ്. അപ്പം ഡിമോർഗൻസ് ലോ അനുസരിച്ച് നമ്പർ ഓഫ് എക്സ് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ വൈ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. നമ്മൾ കോംപ്ലിമെൻറ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ ആണെന്ന്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഡിഫറൻസ് കണ്ടുപിടിക്കുക, എയിൽ നിന്നുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാണ് എ കോംപ്ലിമെൻ്റ് എഴുതുന്നത്. സോ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് യൂണിയൻ വൈ ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് യു മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. അതിൽ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈയുടെ ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതും ആ ഇക്വേഷൻ ഉപയോഗിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പേരാണ് ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും കഴിക്കാത്തവർ, രണ്ടും കഴിക്കാത്തവർ മനസ്സിലാവും. അതാണ് 225 is the number of students were taking neither apple juice nor orange juice. മനസ്സിലായല്ലോ? അപ്പോൾ കഴിഞ്ഞ 4 ക്വസ്റ്റ്യനും മനസ്സിലായല്ലോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തി ആണ്, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. ഓക്കെ. 5th question, there are 200 individuals with a skin disorder. 200 സ്റ്റുഡൻസ് ഉണ്ട്. ഒരു സ്കിൻ ഡിസോർഡർ, സ്റ്റുഡൻസ് അല്ല ഇൻഡിവിജ്വൽസ്, സോറി, അതിൽ സ്കിൻ ഡിസോർഡർ ഉള്ള 200 ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 200 ഇൻഡിവിജ്വൽസ് ഉണ്ട്. 120 had been exposed to chemical C1, 15 to chemical C2, 30 to both the chemical C1 and C2. Find the number of individuals exposed to chemical C1 but not chemical C2, chemical C2 but not chemical C1, and chemical C1 or chemical C2. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്കിൻ ഡിസോർഡർ 200 ഇൻഡിവിജ്വൽസിന് ഉണ്ട്. 200 ഇൻഡിവിജ്വൽസ് ഉണ്ട്, അവർക്ക് ഒരു പ്രത്യേക സ്കിൻ ഡിസോർഡർ ഉണ്ട്. അത് ഒരു കെമിക്കൽ കാരണമാണ് ഉണ്ടായത്. 120 പേർക്ക് C1 എന്ന് പറയുന്ന കെമിക്കൽ എക്സ്പോസ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. C2 എന്ന് പറയുന്ന കെമിക്കൽ എക്സ്പോസ് ചെയ്തപ്പോൾ ഉണ്ടായതാണ് 50 പേർക്ക്. ബാക്കി 2 കെമിക്കലും C1 C2 കൂടെ എക്സ്പോസ് ആയത് മൂലം ഉണ്ടായത് 30 ഇൻഡിവിജ്വൽസിനാണ്. ഓക്കെ. 120 C1ൻ്റെ എക്സ്പോഷർ മൂലം, C2ൻ്റെ എക്സ്പോഷർ മൂലം 50 പേർക്ക്, C1 and C2 രണ്ടും ഉള്ളത് 30. ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നമുക്ക് എത്ര പേരാണ് കെമിക്കൽ C1 എക്സ്പോസ് ചെയ്തുണ്ടായവർ എത്ര പേരാണ്, ബട്ട് നോട്ട് C2 മൂലം അല്ലാതെ C1 മാത്രം എത്ര പേരുണ്ട്, C1 മൂലമല്ല C2 മാത്രമുള്ളവർ എത്ര ഉണ്ടെന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ C1 അല്ലെങ്കിൽ C2, അതാണ് ഇൻഡിവിജ്വൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അത് ആദ്യമേ ഞാനൊരു ഏതൊക്കെ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ 200 ഇൻഡിവിജ്വൽസ്, അപ്പോൾ ടോട്ടലാണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് അതിന് യുവിനെ നമ്മൾ ടോട്ടൽ ഇൻഡിവിജ്വൽസിനെ എടുത്തു. അതൊരു യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ. ഇൻഡിവിജ്വൽ. ഓക്കെ. നെക്സ്റ്റ് 120 ഹാഡ് ബീൻ എക്സ്പോസ് ടു കെമിക്കൽ C1. അത്ര ഇൻഡിവിജ്വൽസിനെ ഒരു സെറ്റായിട്ട് എഴുതിയാൽ നമുക്ക് ഒരു
എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കാം. എ എന്ന് പറയുന്ന ലെറ്റർ കെമിക്കൽ C1 എക്സ്പോസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് കെമിക്കൽ C2. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതിന് ശേഷം നമുക്ക് ഒരു വെൻ ഡയഗ്രാം വരയ്ക്കാം. വെൻ ഡയഗ്രത്തിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്തു എന്ന് മനസ്സിലാവും. ഓക്കെ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ആ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് യൂസ് ചെയ്ത സെയിം വെൻ ഡയഗ്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് ഒരു യൂണിവേഴ്സൽ സെറ്റാണ്. അതിൻ്റെ രണ്ട് സെറ്റുകളാണ് എയും ബിയും എന്ന് വെച്ചാൽ കെമിക്കൽ C1ഉം കെമിക്കൽ C2 എക്സ്പോസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ് എയും ബിയും. ഇതെന്ന് പറയുന്നത് എന്തുവാണ്? ഇത്ര ഏരിയ A മൈനസ് ബി, ബാക്കി ഇത്ര ഏരിയ B മൈനസ് എ. ഈ രണ്ടും കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആണ് A ഇൻ്റർസെക്ഷൻ ബി. കോമൺ ഏരിയ ആണ് A ഇൻ്റർസെക്ഷൻ ബി. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന് മുമ്പ് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് എടുത്ത് എഴുതാം. നമ്പർ ഓഫ് യു എന്ന് പറയുന്നത് 200 ആണ്. നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 120. നമ്പർ ഓഫ് ബി 50 ആൻഡ് നമ്പർ ഓഫ് ബോത്ത് ദ കെമിക്കൽ C1 ആൻഡ് C2. സോ നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, ബോത്ത് ആണ് രണ്ടും. ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ ഓപ്പറേഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 30. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 എക്സ്പോസ് ചെയ്യാം. കെമിക്കൽ C1 എക്സ്പോസ് എന്നാൽ കെമിക്കൽ C2 എക്സ്പോസ് ചെയ്ത നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ A മൈനസ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, A മൈനസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം വെൻ ഡയഗ്രം നോക്കുക. ടോട്ടൽ A എന്ന് പറയുന്നത് എന്തുവാണ്? A മൈനസ് ബിയും A ഇൻ്റർസെക്ഷൻ ബിൻ്റെയും യൂണിയൻ അല്ലേ? രണ്ടും കൂടെ ഉള്ള യൂണിയൻ അല്ലേ? A മൈനസ് ബി യൂണിയൻ A ഇൻ്റർസെക്ഷൻ ബി. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. A ഇസ് ഈക്വൽ ടു A മൈനസ് ബി യൂണിയൻ A ഇൻ്റർസെക്ഷൻ ബി ഫ്രം ദി വെൻ ഡയഗ്രം. ഓക്കെ, വെൻ ഡയഗ്രത്തിൽ നിന്ന് അപ്പം നമുക്ക് A മൈനസ് ബി ആണ് വേണ്ടത്. ആദ്യമേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു A മൈനസ് ബി പ്ലസ് A ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, കാരണം സിൻസ് A മൈനസ് ബിയും A ഇൻ്റർസെക്ഷൻ ബിയും ഡിസ്ജോയിൻ സെറ്റുകളാണ്. ഓക്കെ, ഡിസ്ജോയിൻ സെറ്റ് എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം നൾ സെറ്റ് കിട്ടുന്നതിൽ ഡിസ്ജോയിൻ്റ് സെറ്റ്. സോ A മൈനസ് ബിക്ക് A ഇൻ്റർസെക്ഷൻ ബിക്ക് ഏതെങ്കിലും കോമൺ എലമെൻറ്റ്സ് വരും. A മൈനസ് ബി എന്ന് വെച്ചാൽ അതിൽ നിന്ന് ബീനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള സെറ്റാണ്. സോ ഒരിക്കലും ഇവർ തമ്മിലുള്ള ഒരു കോമൺ എലമെൻറ്റ് വരത്തില്ല. സോ അതൊരു നൾ സെറ്റാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ പ്ലസ് സൈനായിട്ട് യൂസ് ചെയ്യാം. സോ A മൈനസ് ബി ആണ് ഇനി നമുക്കതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമ്പർ ഓഫ് ഇപ്പം ഇത് A ആയിട്ട് എടുത്തു. ഇനി നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഇത് നമ്പർ ഓഫ് A മൈനസ് ബി, നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അതിൽ നമ്പർ ഓഫ് A മൈനസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് A മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ ബി അല്ലേ? നമ്പർ ഓഫ് A മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ ബി ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കുണ്ടല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് A എന്ന് പറയുന്നത് 120. ദാറ്റ് മീൻസ് കെമിക്കൽ എക്സ്പോസ് ആവുന്നുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് 120 മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തുവാണ്? 30 ആണ്. 30 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 90. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് which are exposed to chemical C1 but not chemical C2. Hence, the number of individuals exposed to chemical C1 but not
C2. അങ്ങനെ ലാസ്റ്റ് ഈസ് 90. അത് ലാസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കണം, എന്നാലേ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ മനസ്സിലായല്ലോ? ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മുടെ എത്ര പേര് ഇൻഡിവിജ്വൽസ് ആണെന്നെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാനിവിടെ ആയിട്ട് എടുത്തേക്കുന്നത് ടോട്ടൽ ഇൻഡിവിജ്വൽസ്, സ്കിൻ ഡിസോർഡർ ഉള്ള ടോട്ടൽ ഇൻഡിവിജ്വൽസിനെയാണ് യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് 200 ഇൻഡിവിജ്വൽസ്. എന്ന് പറയുന്നത് കെമിക്കൽ C1 എക്സ്പോസ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. അത് ഞാൻ എന്ന് പറയുന്ന സെറ്റായിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ആൻഡ് ബി എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ് ടു കെമിക്കൽ C2, അതാണ് ബി. സോ നമ്പർ ഓഫ് യു എന്ന് പറയുന്നത് 200, നമ്പർ ഓഫ് എ 120, നമ്പർ ഓഫ് ബി 50 ആൻഡ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 30. അത്രയും മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു. അത് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ പഠിച്ച സെയിം വെൻ ഡയഗ്രാമാണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ് ടു കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2 ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ A - B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A - B കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെൻ ഡയഗ്രത്തിൽ നിന്നും ടോട്ടൽ A എത്രയാണ്, എന്തുവാണ്? A ഇസ് ഈക്വൽ ടു A - B യൂണിയൻ A ഇൻ്റർസെക്ഷൻ B അല്ലേ ഈ ടോട്ടൽ A എന്ന് പറയുന്നത്. സോ അത് എഴുതി വെൻ ഡയഗ്രത്തിൽ നിന്നും. ഈ A - Bയും A ഇൻ്റർസെക്ഷൻ Bയും ഡിസ്ജോയിൻ സെറ്റുകളായതുകൊണ്ട് യൂണിയൻ ഓപ്പറേഷനെ മാറ്റി നമുക്ക് അവിടെ പ്ലസ് വേണമെങ്കിൽ കൊടുക്കാം. സോ പ്ലസ് സൈൻ കൊടുത്തു. പ്ലസ് സൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന എന്തുവാണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ് ടു കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2, ദാറ്റ് മീൻസ് A - B. അപ്പോൾ നമ്പർ ഓഫ് A - B എന്തുവാണ്? നമ്പർ ഓഫ് A മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. അതാണ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഹു ആർ എക്സ്പോസ് ടു കെമിക്കൽ C1 ബട്ട് നോട്ട് കെമിക്കൽ C2. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, ഒരു വ്യത്യാസവുമില്ല. ഈ ആൽഫബറ്റ് സെറ്റുകൾ തമ്മിലുള്ള ചേഞ്ചസ് മാത്രം. സോ അടുത്തതെന്ന് പറയുന്നത് കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1. C2 അപ്പോൾ B - A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ B എന്ന് പറയുന്ന സെറ്റാണ് നമ്മൾ എഴുതേണ്ടത്. B എന്തുവാണ്? B - A യൂണിയൻ A ഇൻ്റർസെക്ഷൻ B അല്ലേ B എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ B - Aയും A ഇൻ്റർസെക്ഷൻ Bയും ഡിസ്ജോയിൻ സെറ്റുകളായതുകൊണ്ട് B - A യൂണിയൻ വരും പ്ലസ് കൊടുക്കാം, പ്ലസ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, അതാണ് B. അപ്പം നമുക്ക് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് B - A പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, അതിൽ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് നമുക്ക് LHS പോകുമ്പം നമ്പർ ഓഫ് B - A ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, അപ്പം നമ്പർ ഓഫ് B തന്നിട്ടുണ്ട് 50 മൈനസ് A ഇൻ്റർസെക്ഷൻ B 30 വിച്ച് ഈസ് ഈക്വൽ ടു 20. നമുക്ക് ആൻസർ കിട്ടി 20 ഇൻഡിവിജ്വൽസ് ആണ് കെമിക്കൽ C2 എക്സ്പോസ് ആവും ബട്ട് നോട്ട് കെമിക്കൽ C1. സോ ഹെൻസ് the number of individuals exposed to chemical C2 but not chemical C1. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ? നമ്മളിപ്പം കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1 ആയതുകൊണ്ട് B - A ആണ് കണ്ടുപിടിക്കുന്നത്. B - A എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ വെൻ ഡയഗ്രത്തിൽ നോക്കി B എന്ന് പറയുന്ന ടോട്ടൽ B എന്ന് പറയുന്നത് B - A യൂണിയൻ A ഇൻ്റർസെക്ഷൻ B ആണ്. ഈ ഏരിയയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് B. സോ അങ്ങനെ എഴുതി. അതിനുശേഷം ഈ B - Aയും A ഇൻ്റർസെക്ഷൻ Bയും ഡിസ്ജോയിൻ സെറ്റുകളായതുകൊണ്ട് യൂണിയൻ ഓപ്പറേഷനെ മാറ്റി പ്ലസ് ഓപ്പറേഷനായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ അല്ലേ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് നമ്പർ ഓഫ് B ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് B - A പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്നാക്കി. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? കെമിക്കൽ C2 എക്സ്പോസ് ആവുന്നു, എന്നാൽ കെമിക്കൽ C1 എക്സ്പോസ് ആവാത്ത നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. സോ നമ്പർ ഓഫ് B - A ആണ് കണ്ടുപിടിക്കേണ്ടത്. അതൊന്ന് റീഅറേഞ്ച് ചെയ്തു. LHS RHS പോയി റീഅറേഞ്ച് ചെയ്ത് അവസാനം നമുക്ക് 20 എന്ന ആൻസർ കിട്ടും. 20 ആണ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വിച്ച് ആർ എക്സ്പോസ് ടു കെമിക്കൽ C2 ബട്ട് നോട്ട് കെമിക്കൽ C1.
മനസ്സിലായല്ലോ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്തുവാണ്? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ് ടു കെമിക്കൽ C1 ഓർ C2 ഓർ ആണ്, യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർ കെമിക്കൽ C1 അല്ലെങ്കിൽ കെമിക്കൽ C2 ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് A യൂണിയൻ B ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് A യൂണിയൻ B നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമ്പർ ഓഫ് A യൂണിയൻ B ഈക്വൽ ടു നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ തന്നു കണ്ടുപിടിക്കേണ്ടതാണ്. സോ നമുക്ക് അത്ര പാടൊന്നും ഇല്ല, വെൻ ഡയഗ്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ആ ഡെറിവേഷനിലെ ഇക്വേഷൻ മാത്രം ഒന്ന് കാണാതെ പഠിച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് A യൂണിയൻ B കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് A യൂണിയൻ B ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്പർ ഓഫ് A നമുക്കറിയാം 120 പ്ലസ് 50 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 170 മൈനസ് 30 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 140 എന്ന് കിട്ടും. അതാണ് കെമിക്കൽ C1 ഓർ C2 എക്സ്പോസ് ആവുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അപ്പം ഹെൻസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു കെമിക്കൽ C1 ഓർ കെമിക്കൽ C2. മനസ്സിലായല്ലോ? ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ വെൻ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ചെയ്തു. കാരണം ഇത് ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വെൻ ഡയഗ്രം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതുകൊണ്ട് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതിന് തേർഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു പാടുമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ എക്സസൈസാണ്. എക്സസൈസ് 1.6. അതിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ് സച്ച് ദാറ്റ് n of x is equal to 17, n of y is equal to 23 and n of x union y is equal to 38. Find number of x intersection y. ഓക്കെ, ഞാൻ ഈ n of എന്നറിയാതെ പറയുന്നതാണ്. നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണേ. ഓക്കെ, നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് കണ്ടുപിടിക്കുക. നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യനെ കണ്ടുപിടിക്കാൻ ഇതായതുകൊണ്ട് നമുക്കത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലോട്ടാക്കാം. എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ക്വസ്റ്റ്യനെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി വാല്യൂസ് എല്ലാം തന്നതുകൊണ്ട് നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇപ്പം n of x എന്ന് പറയുന്നത് 17 പ്ലസ് 23 മൈനസ് 38 വിച്ച് ഈസ് ഈക്വൽ ടു 17 പ്ലസ് 23 എന്തുവാണ് 40 മൈനസ് 38 നമുക്ക് ആൻസർ 2. അപ്പം നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ പറയാനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ ഹാസ് 18 elements, x has 8 elements, y has 15 elements. How many elements does x intersection y have? ഇവിടെ x intersection y ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ എന്തുവാണ് 18, നമ്പർ ഓഫ് എക്സ് 8, നമ്പർ ഓഫ് വൈ 15. ഓക്കെ, അപ്പം നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് കണ്ടുപിടിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ. നേരത്തെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നത് ഞാൻ അടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മുടെ മെയിൻ ഇക്വേഷൻ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ്. അതിൽ എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി, എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് എത്രയാണ് 18 പ്ലസ് 15 മൈനസ് 8 നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 8 ആണ്. സോ 8 പ്ലസ് 8 ആണ്, 8 പ്ലസ് 15 മൈനസ് 18
which is equal to 23 minus 18 equal to എത്ര 5. അപ്പം നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു 5. മനസ്സിലായല്ലോ? അപ്പം നെക്സ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, ഒന്നും പറയാനില്ല. സോ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 people 250 can speak Hindi and 200 can speak English. How many people can speak both Hindi and English? ഇപ്പം തന്നിരിക്കുന്ന ഒരു ടോട്ടൽ 400 പീപ്പിളിൽ 250 പേർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, 200 പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടും സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്ന്. അപ്പോൾ രണ്ടും സംസാരിക്കുന്ന എത്ര പേരെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. ആദ്യമേ ഇവിടെ ഹിന്ദിയുടെ സെറ്റിനെ എച്ച് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഹിന്ദിയുടെ സെറ്റിനെ എച്ച് ആയിട്ടും ഇംഗ്ലീഷിൻ്റെ സെറ്റിനെ ഇ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് എച്ച് എന്ന് പറയുന്നത് 250യും നമ്പർ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 200ഉം നെക്സ്റ്റ് നമ്പർ ഓഫ് എച്ച് യൂണിയൻ ഇ ടോട്ടൽ 400 പീപ്പിൾ. ഓക്കെ, അത് നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമ്പർ ഓഫ് എച്ച് യൂണിയൻ ഇ ഈക്വൽ ടു നമ്പർ ഓഫ് എച്ച് പ്ലസ് നമ്പർ ഓഫ് ഇ മൈനസ് നമ്പർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടുപേരും സ്പീക്ക് ചെയ്യുന്നു. അപ്പോൾ ആൻഡ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. രണ്ടുപേരും എന്നല്ല, ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്ന്. സോ നമ്പർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ ഈക്വൽ ടു നമ്പർ ഓഫ് എച്ച് പ്ലസ് നമ്പർ ഓഫ് ഇ മൈനസ് നമ്പർ ഓഫ് എച്ച് യൂണിയൻ ഇ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എച്ചിൻ്റെ വാല്യൂ 250, നമ്പർ ഓഫ് ഇ 200 മൈനസ് നമ്പർ ഓഫ് എച്ച് യൂണിയൻ ഇ എന്ന് പറയുന്നത് 400 വിച്ച് ഈസ് ഈക്വൽ ടു 450 മൈനസ് 400 വിച്ച് ഈസ് ഈക്വൽ ടു 50. 50 പേരാണ് ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. മനസ്സിലായല്ലോ? ദ പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ബോത്ത് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിനെയാണ് നമ്മൾ നമ്പർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത്. രണ്ടും കോമൺ ആണ്, കോമൺ അല്ലേ? അപ്പം രണ്ടുമായിട്ട് ഇൻ്റർസെക്ഷൻ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഫോർത്ത് പ്രോബ്ലം, ഇഫ് എസ് ആൻഡ് ടി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എസ് ഹാസ് 21 elements, ടി ഹാസ് 32 elements and X intersection T has 11 elements. How many elements does S union T has? അപ്പോൾ ഡയറക്റ്റ്ലി സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എസ് ടി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. എടുത്ത് മീൻസ് സെറ്റ് ഇന്ന അക്ഷരം യൂസ് ചെയ്യാം എന്ന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നമ്പർ ഓഫ് എസ് എന്ന് പറയുന്നത് 21 ആണ്, നമ്പർ ഓഫ് ടി എന്ന് പറയുന്നത് 32 ആണ്, നമ്പർ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11 ആണെന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എസ് യൂണിയൻ ടി ആണ്. എസ് യൂണിയൻ ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമ്പർ ഓഫ് എസ് യൂണിയൻ ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എസ് പ്ലസ് നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തുവാണ്? 21 ആണ്. റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എസ് യൂണിയൻ ടി തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ എൻ ഓഫ് എസ് 21, എൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്തുവാ? 32 മൈനസ് എസ് ഇൻ്റർസെക്ഷൻ ടി 11 ആണ്. അപ്പോൾ നമ്മുടെ 53 മൈനസ് 11 ഇസ് ഈക്വൽ ടു 42 ആണ് നമ്മുടെ നമ്പർ ഓഫ് എക്സ് യൂണിയൻ ടി എന്ന് പറയുന്നത്. സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എക്സ് ഹാസ് 40 elements, എക്സ് യൂണിയൻ വൈ ഹാസ് 60 elements, എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഹാസ് 10 elements, how many elements does y have?
നമ്പർ ഓഫ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 40. എക്സ് എലമെൻറ്റ്സ് എത്രയാണ്? 40. അടുത്ത നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ തന്നിട്ടുണ്ട് 60 എലമെൻറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു 60. നെക്സ്റ്റ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 10. സോ നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാണ്? നമ്പർ ഓഫ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ നമ്പർ ഓഫ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാം. നമ്പർ ഓഫ് വൈയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇതാണ് നമ്മുടെ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. കാരണം നമ്പർ ഓഫ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് വൈ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ എത്രയാണ് തന്നിരിക്കുന്നത്? 60. അപ്പോൾ 60 മൈനസ് നമ്പർ ഓഫ് എക്സ് എത്രയാണ്? 40. 40 പ്ലസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എത്രയാണ് തന്നിരിക്കുന്നത്? 10. അപ്പോൾ ആൻസർ എന്താ കിട്ടും? 20 + 10 30 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ മെയിൻ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷനാണ് നമ്പർ ഓഫ് വൈ ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അതിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് 6th question. In a group of 70 people, 37 like coffee, 52 like tea, and each person like at least one of the two drinks. How many people like both coffee and tea? ക്വസ്റ്റ്യനിൽ ടോട്ടൽ 70 പീപ്പിൾസ് ഉണ്ട്. അതിൽ 37 കോഫി ഇഷ്ടമാണ്, 52 ടീ ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ആളുകൾക്കും ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഇഷ്ടമാണ്. ഒന്നെങ്കിൽ കോഫി അല്ലെങ്കിൽ ടീ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മൊത്തത്തിലുള്ള 70 പീപ്പിളിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് അവർക്ക് ഇഷ്ടമാണ്. സോ നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് 70 ആയിരിക്കും. കോഫിയുടെയും ടീയുടെയും യൂണിയൻ എന്ന് പറയുന്നത് 70 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് കോഫിയെ ഞാൻ സി ആയിട്ട് എടുത്തു സെറ്റിനെ, ടീയുടെ ആൽഫബറ്റായിട്ട് എടുത്തു. അപ്പോൾ സി യൂണിയൻ ടി എന്ന് പറയുന്നത് 70. ഇവിടെ സി എന്ന് പറയുന്നത് കോഫീനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, കോഫി കുടിക്കുന്ന ഇൻഡിവിജ്വൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ ടീ എന്ന് പറയുന്നത് കുടിക്കുന്ന ഇൻഡിവിജ്വൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ നമ്പർ ഓഫ് എസ് യൂണിയൻ ടി എന്ന് പറയുന്നത് 70 ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈച്ച് പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ടു ഡ്രിങ്ക്സ്. ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്നവരാണ് ഈ മൊത്തം പീപ്പിളിൽ. ഒന്നുകിൽ കോഫി അല്ലെങ്കിൽ ടീ അല്ലെങ്കിൽ രണ്ടും, കോഫിയും ടീയും ഇഷ്ടപ്പെടുന്നവരാണ്. ഈ 3 വിഭാഗത്തിൽ പെടുന്നതാണ് ഈ ടോട്ടലിൽ ഉള്ളത്. സോ നമുക്ക് യൂണിയൻ വേണമെങ്കിൽ നമ്പർ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു 70 എന്ന് പറയാം. പിന്നെ 37 ലൈക്ക് കോഫി, സോ എൻ ഓഫ് സി എന്തുവാണ്? 37. പിന്നെ 52 ലൈക്ക് ടീ, അപ്പോൾ എൻ ഓഫ് ടി എന്തുവാണ്? നമ്പർ ഓഫ് ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 52. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഹൗ മെനി പീപ്പിൾ ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി. രണ്ടും ഇഷ്ടപ്പെടുന്നവർ എത്ര ഉണ്ട്? അതെന്ന് പറയുന്നത് എന്തുവാണ്? സി ഇൻ്റർസെക്ഷൻ ടി ആണ്. ആൻഡ് സി ഇൻ്റർസെക്ഷൻ ടി. അപ്പം നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സി പ്ലസ് നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് സി യൂണിയൻ ടി. നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമ്പർ ഓഫ് സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സി പ്ലസ് നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി അല്ലേ? അതിനെ ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. നമ്പർ ഓഫ് സി എന്തുവാണ് ഇക്വേഷൻ ഞാൻ എഴുതിയേക്കാം. നമ്പർ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു നമ്പർ ഓഫ് സി പ്ലസ് നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ആണ് ഇക്വേഷൻ. അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണിത്. നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സി പ്ലസ് നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് സി യൂണിയൻ ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിനെ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് സി എന്ന് പറയുന്നത് എത്രയാണ്? 37 പ്ലസ് നമ്പർ ഓഫ് ടി 52 മൈനസ് നമ്പർ ഓഫ് സി യൂണിയൻ ടി എന്താണ്? 70 വിച്ച് ഈസ് ഈക്വൽ ടു 89 മൈനസ് 70 ആണ്. അപ്പോൾ കിട്ടുന്നത് 19. ആൻസർ എന്തുവാണ്? 19 എന്ന് കിട്ടും.
മനസ്സിലായല്ലോ. നമുക്ക് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലായത് എങ്ങനെയാണ്? രണ്ടും കുടിക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ കോമൺ ആൻഡ് ഉണ്ടായിട്ട് ഇൻ്റർസെക്ഷൻ. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th question. In a group of 65 people, 40 like cricket, 10 like cricket and tennis. രണ്ടും ഇഷ്ടപ്പെടുന്നവർ. How many like tennis only and not cricket? How many like tennis? അപ്പോൾ 2 ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. ആദ്യമേ ടെന്നീസ് ഇഷ്ടപ്പെടുന്ന പക്ഷേ എന്നാൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ട്, പിന്നെ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷനായ ആദ്യമേ നമുക്ക് എന്തൊക്കെ ടേംസ് തന്നിട്ടുണ്ടെന്ന് എടുത്തെഴുതാം. ഇവിടെ ക്രിക്കറ്റിനെ നമുക്ക് സി ആയിട്ട് എടുത്താൽ ആൻഡ് ടെന്നീസിനെ നമുക്ക് ടി ആയിട്ട് എടുത്താൽ നമുക്ക് സെറ്റ് സി എന്ന് പറയുന്ന ക്രിക്കറ്റിലെ എത്ര പേര് ഇഷ്ടപ്പെടുന്നു അതിൻ്റെ സെറ്റും, ടി എന്ന് പറയുന്ന ടെന്നീസിനെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേര് അതിൻ്റെ സെറ്റും. ഓക്കെ. നെക്സ്റ്റ്, നമ്പർ ഓഫ് സി യൂണിയൻ ടി എന്ന് പറയുന്നത് 65 ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സി എന്ന് പറയുന്നത് 40 ആണ് ആൻഡ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 10 ആണ്. ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ് ഇഷ്ടപ്പെടുന്നത് 10 ആണ്. സോ ഇവിടുന്ന് ഹൗ മെനി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനും ആണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ? ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? എൻ ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. അതിൽ നിന്ന് എൻ ഓഫ് ടി എങ്ങനെ എഴുതാം? എൻ ഓഫ് ടി എന്ന് പറയുന്നത് എൻ ഓഫ് സി യൂണിയൻ ടി മൈനസ് എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. ഇതിലോട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്പർ ഓഫ് സി യൂണിയൻ ടി എന്തുവാണ്? സി യൂണിയൻ ടി എന്ന് പറയുന്നത് 65 ആണ്. 65 മൈനസ് 40 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 35 കിട്ടത്തില്ലേ? 65 മൈനസ് 40 25, 25 പ്ലസ് 10 30 എന്ന് കിട്ടും. സോറി 35 എന്ന് കിട്ടും. 25 പ്ലസ് 10 35. ഓക്കെ. ഇത്രയും പേരാണ് ടെന്നീസ് ലൈക്ക് ചെയ്യുന്ന, ഒൺലി ടെന്നീസ് ലൈക്ക് ചെയ്യുന്ന ആൻഡ് നോട്ട് ക്രിക്കറ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്ന ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഒൺലി. ഇപ്പം വെൻ ഡയഗ്രാം എടുക്കുമ്പം ഇത് ക്രിക്കറ്റും ഇത് ടെന്നീസുകാരും ആണെങ്കിൽ സി മൈനസ് ടിയും ഇത് ടി മൈനസ് സിയും ഇത് സി ഇൻ്റർസെക്ഷൻ ടിയും ആണ് അല്ലേ? അപ്പം നമുക്ക് ടെന്നീസ് ഒള്ളിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ടി മൈനസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ടി മൈനസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടി മൈനസ് സി യൂണിയൻ നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി അല്ലേ? നമ്മൾ ഡിസ്ജോയിൻ സെറ്റുകളായതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ ചെയ്തതുപോലെ ഡിസ്ജോയിൻ സെറ്റ് ആയതുകൊണ്ട് എൻ ഓഫ് ടി എങ്ങനാവും? എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടി മൈനസ് സി പ്ലസ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. ഞാൻ കഴിഞ്ഞൊരു എക്സാമ്പിൾ ചെയ്തപ്പോൾ പറഞ്ഞില്ലായിരുന്നോ? ഇത് വെൻ ഡയഗ്രത്തിൽ നിന്ന് എന്തുവാണ്? ഈ ഫുൾ സെറ്റ് ടി എന്ന് പറയുന്നത് ടി മൈനസ് സിയും സി ഇൻ്റർസെക്ഷൻ ടിയുടെയും കൂടെ യൂണിയൻ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞില്ലായിരുന്നു. അതാണ് എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടി മൈനസ് സി യൂണിയൻ നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. ഓക്കെ. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ടി ആണ്. അതിന് മുമ്പ് യൂണിയൻ ഓപ്പറേഷനെ മാറ്റി ഡിസ്ജോയിൻ സെറ്റുകളായതുകൊണ്ട് ഈ ടി മൈനസ് സിയും സി ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്ന ഡിസ്ജോയിൻ സെറ്റുകളായതുകൊണ്ട് യൂണിയൻ ഓപ്പറേഷനെ മാറ്റി നമുക്ക് പ്ലസ് ഓപ്പറേഷൻ ആക്കാം. അതാണ് പ്ലസ് ആക്കിയേക്കുന്നത്. സോ നമുക്ക് കിട്ടി നമ്പർ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടി മൈനസ് സി പ്ലസ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. അതിന് നമുക്ക് വേണ്ട എന്തുവാണ്? ടി മൈനസ് സി. അപ്പം നമ്പർ ഓഫ് ടി മൈനസ് സി ഈക്വൽ ടു നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. ഓക്കെ. ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ. അപ്പം നമ്പർ ഓഫ് ടി മൈനസ് സി ഈക്വൽ ടു നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ്
സി ഇൻ്റർസെക്ഷൻ ടി. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്പർ ഓഫ് ടി എന്നാണ് നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു 35 മൈനസ് സി ഇൻ്റർസെക്ഷൻ ടി എത്രയാണ്? സി ഇൻ്റർസെക്ഷൻ ടി 10 ആണ്. സോ ആൻസർ 25. മനസ്സിലായല്ലോ? നേരത്തെ ടെന്നീസും മാത്രം ഇഷ്ടപ്പെടുന്നു, എന്നാൽ ക്രിക്കറ്റ് അല്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ, ടെന്നീസ് ലൈക്ക് ചെയ്യുന്നവർ ഇത്രയും പേര് 25 പേര്. ഓക്കെ, രണ്ടും മനസ്സിലായില്ലേ? ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനൊരു വെൻ ഡയഗ്രാം വെച്ച് ഞാൻ കുറേ വട്ടം ഡെറിവേഷൻ ചെയ്തതും വെൻ ഡയഗ്രാം വെച്ചാണ്. അപ്പോൾ ആ സെയിം വെൻ ഡയഗ്രാം തന്നെയാണ് ഇത്, ജസ്റ്റ് ആൽഫബറ്റ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എക്സാമ്പിൾസിന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് നോക്കി നമുക്ക് എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലാതെ നമ്മൾ കാണാതെ പഠിക്കാതിരുന്നാൽ ശരിയാവത്തില്ല. സോ നിങ്ങൾ ഈ വെൻ ഡയഗ്രാം ആദ്യമേ ഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതാകുമ്പം ഈസിയാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് 8th question. In a committee, 50 people speak French, 20 speak Spanish and 10 speak both Spanish and French. How many speak at least one of these two languages? ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അതിൽ 50 പേര് ഫ്രഞ്ച് സംസാരിക്കുന്നവർ, 20 പേര് സ്പാനിഷ് സംസാരിക്കുന്നവർ, 10 പേരെന്ന് പറയുന്നത് രണ്ടും, ദാറ്റ് മീൻസ് സ്പാനിഷ് ഇൻ്റർസെക്ഷൻ ഫ്രഞ്ച് വരുന്നതാണ് 10 പേര്. നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജ്, ഈ രണ്ട് ലാംഗ്വേജിലും ഒരു ലാംഗ്വേജ് എങ്കിലും പറയുന്ന എത്ര പേരുണ്ട്? സോ അതെന്ന് പറയുന്നത് എന്തുവാണ്? യൂണിയൻ ആണ്. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യന് അങ്ങനെ തന്നിട്ട് യൂണിയൻ, ആ വാല്യൂ യൂണിയൻ ആയിട്ടല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. ഇത് ഡയറക്റ്റ് തിരിച്ച് നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇതിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന പേരുടെ സെറ്റിനെ ഞാൻ എഫ് ആയിട്ട് എടുത്തു, സ്പാനിഷ് സംസാരിക്കുന്ന പേരുടെ സെറ്റിനെ എസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് എഫ് എത്രയാണ്? 50. നമ്പർ ഓഫ് എസ് എത്രയാണ്? 20. ആൻഡ് നമ്പർ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എസ്, എഫ് ഇൻ്റർസെക്ഷൻ എസ് എത്രയാണ്? 10. മനസ്സിലായല്ലോ? 50 people speak ഫ്രഞ്ച് ആയതുകൊണ്ട് എൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 50. 20 speak സ്പാനിഷ് ആയതുകൊണ്ട് എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 20. 10 speak both സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് ആയതുകൊണ്ട് നമ്പർ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എസ് ഈക്വൽ ടു 10 ആണ്. രണ്ടും സംസാരിക്കുന്ന കോമൺ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എഫ് യൂണിയൻ എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജ് സംസാരിക്കുന്നവർ. നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? നമ്പർ ഓഫ് എഫ് യൂണിയൻ എസ് ഈക്വൽ ടു നമ്പർ ഓഫ് എഫ് പ്ലസ് നമ്പർ ഓഫ് എസ് മൈനസ് നമ്പർ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എസ്. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇക്വേഷൻ ഡയറക്റ്റ് ആണ്. നമ്പർ ഓഫ് എഫ് യൂണിയൻ എസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എഫ് പ്ലസ് നമ്പർ ഓഫ് എസ് മൈനസ് നമ്പർ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എസ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എഫ് എന്താണ്? നമ്പർ ഓഫ് എഫ് 50 പ്ലസ് നമ്പർ ഓഫ് എസ് 20 മൈനസ് നമ്പർ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എസ് ഈക്വൽ ടു 10 വിച്ച് ഈസ് ഈക്വൽ ടു 70 മൈനസ് 10 60. ഇതാണ് 60 are the number of people who speaks at least one of these two languages. മനസ്സിലായല്ലോ? ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജെങ്കിലും സംസാരിക്കുന്ന എത്ര പേരുണ്ട് അതെന്ന് പറയുന്നത് യൂണിയൻ ആയിരിക്കും. യൂണിയൻ കണ്ടുപിടിക്കാനായിരിക്കും. യൂണിയൻ ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എസ് ആണ്. ഇതിൽ എഫ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെ റിപ്രസെൻ്റ് ചെയ്യും, ഫ്രഞ്ച് സംസാരിക്കുന്നവരെ റിപ്രസെൻ്റ് ചെയ്യും. എസ് എന്ന് പറയുന്നത് സ്പാനിഷ് സംസാരിക്കുന്നവരെ റിപ്രസെൻ്റ് ചെയ്യും. രണ്ടും സംസാരിക്കുന്നവരാണെങ്കിൽ എഫ് ഇൻ്റർസെക്ഷൻ എസ്. മനസ്സിലായല്ലോ? ഇന്ന് ഞാൻ ചെയ്യിപ്പിച്ച മൊത്തം പ്രോബ്ലംസും ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ ഒരു ചെറിയ ഡെറിവേഷനും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യുക.
പിന്നെ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു മിസ്ലേനിയസ് എക്സസൈസും കുറച്ച് എക്സാമ്പിൾസുമാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള. അപ്പം എല്ലാവരും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.